ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കൂർഗ് വീഡിയോസിൻ്റെ കണ്ടിന്യൂഷനാണ് ഈ വീഡിയോയിലും. അപ്പോൾ നെക്സ്റ്റ് ഡേ ആയി മോർണിംഗ് ഒരു 5:45-6 ആണ്. ആ ടൈമിലുള്ള വൈബ് പ്രത്യേകം പറഞ്ഞറിയിക്കേണ്ടതാണ്. നല്ല ഫോഗൊക്കെ ഉണ്ട്, നല്ല തണുപ്പും കിളികളുടെ സൗണ്ടൊക്കെ നല്ല രസമുണ്ട് ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. ഇന്നത്തെ നമ്മുടെ പ്ലാൻ അനുസരിച്ചിട്ട് നമ്മൾ ഗോൾഡൻ ടെമ്പിളിൽ പോകാനാണ്. അപ്പോൾ ഈ എപ്പിസോഡിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഗോൾഡൻ ടെമ്പിളിൽ പോകുന്ന വിശേഷങ്ങളും നമുക്ക് കാണാം. ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ കോൺഫ്ലെക്സ് ഉണ്ടായിരുന്നു, പിന്നെ പൂരി, പുട്ട്, കടല അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് കട്ട് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു, പിന്നെ ഓംലേറ്റ് ഉണ്ടായിരുന്നു, ബ്രെഡ്, ബട്ടർ, പിന്നെ ചായ കാപ്പിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഗോൾഡൻ ടെമ്പിളിൻ്റെ വിശേഷങ്ങളിലേക്ക് പോവാം വേഗം തന്നെ. She is my cousin. She also have a YouTube channel name is our Fans World. നമ്മളിപ്പോൾ ഗോൾഡൻ ടെമ്പിളിൽ എത്തിയിട്ടോ. അപ്പോൾ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് ഈ കാണുന്നതാണ് എൻട്രൻസ്. നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ടിബറ്റിൻ്റെ ഷോപ്പിംഗ് കോംപ്ലക്സ് ഒക്കെ ഉണ്ട്. ഡാർജിലിംഗ് നിന്ന് വന്നിട്ടുള്ള ടിബറ്റൻസിൻ്റെ. കർണാടകയിലെ കുടക് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ടിബറ്റിൻ്റെ ആത്മീയ കേന്ദ്രമാണ് ഗോൾഡൻ ടെമ്പിൾ എന്നറിയപ്പെടുന്നത് കേട്ടോ. കുശാൽ നഗർ മൈസൂർ പാതയിലാണ് ഈ ചരിത്ര പ്രസിദ്ധമായ ടിബറ്റിൻ ആത്മീയ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. 1995 നിർമ്മാണം ആരംഭിച്ച ഗോൾഡൻ ടെമ്പിൾ 1999 ഭക്തർക്കായിട്ട് തുറന്നു കൊടുത്തത്. ക്ഷേത്രത്തിനകത്ത് കൂടുതലും ബുദ്ധൻ്റെ പ്രതിമകളാണുള്ളത് കേട്ടോ. 40 അടി ഉയരമുള്ള ഗോൾഡൻ ടെമ്പിൾ കാണാൻ വേണ്ടിയിട്ട് കുറേ ടൂറിസ്റ്റുകളും എല്ലാവരും ഇവിടെ വരാറുണ്ട്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ടിബറ്റൻ ടെമ്പിളുകളിൽ ഒന്നാണ് നംഡ്രോളിംഗ് മൊണാസ്ട്രി എന്നറിയപ്പെടുന്ന ഗോൾഡൻ ടെമ്പിൾ കേട്ടോ. പത്മസംഭവ ബുദ്ധവിഹാരം എന്നാണ് ക്ഷേത്രത്തിൻ്റെ യഥാർത്ഥ നാമം. ഇവിടുത്തെ ടിബറ്റൻ കേന്ദ്രത്തിൽ മാത്രം 43,000-ലധികം ടിബറ്റുകാരാണ് വസിക്കുന്നത്. സുവർണ ക്ഷേത്ര സമുച്ചയത്തിൽ ഏകദേശം 1,600 അഭയാർത്ഥികൾ താമസിക്കുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ കുറച്ച് ചരിത്രത്തിലേക്ക് പോകാം. സുവർണ ക്ഷേത്രത്തെക്കുറിച്ച് അറിയുന്നതിന് മുമ്പായിട്ട് ടിബറ്റിൻ വംശജർ എങ്ങനെ ഇവിടെ എത്തിയെന്ന് നമുക്ക് മനസ്സിലാക്കണമല്ലോ. 1950 മുതൽ ചൈനയുടെ അധിനിവേശം ആരംഭിച്ചതോടെയാണ് ടിബറ്റിൻ്റെ കഷ്ടകാലം തുടങ്ങുന്നതെന്ന് പറയാം. 1960കളിൽ മുതൽ 1,50,000-ലധികം ടിബറ്റൻ അഭയാർത്ഥികൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പലായനം ചെയ്തു. അവരിൽ 1,20,000 അഭയാർത്ഥികൾ ഇന്ത്യയിലെ വിവിധ ക്യാമ്പുകളിലും സെറ്റിൽമെൻറ്റുകളിലും കഴിയുന്നു. അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു രാജ്യസഭയിൽ ഇന്ത്യൻ സർക്കാർ ദലൈലാമയ്ക്ക് രാഷ്ട്രീയ അഭയം നൽകുന്നു എന്ന് പ്രഖ്യാപിച്ചതിന് ശേഷമാണ് ടിബറ്റുകാരുടെ ഇന്ത്യയിലേക്കുള്ള പ്രവാസയാത്ര ആരംഭിച്ചത്. ഇന്ത്യയിലെ ടിബറ്റൻ അഭയാർത്ഥികളിൽ ഏറ്റവും അധികം ആളുകളുള്ളത് നമ്മുടെ ദക്ഷിണേന്ത്യയിലാണ്. 5 ടിബറ്റൻ സെറ്റിൽമെൻറ്റുകളാണ് ഇവിടെ ആകെയുള്ളത്. അതിൽ ടിബറ്റിന് പുറത്ത് ഏറ്റവും കൂടുതൽ ടിബറ്റൻ ജനസംഖ്യയുള്ള രണ്ടാമത്തെ ഏറ്റവും വലുതും പഴയതുമായ ടിബറ്റൻ സെറ്റിൽമെൻറ്റുകൾ ആണ് നമ്മുടെ കൂർഗിലുള്ളത്. പരമ്പരാഗത ടിബറ്റൻ ശൈലിയിൽ നിർമ്മിച്ച നംഡ്രോളിംഗ് മൊണാസ്ട്രി അഥവാ ഗോൾഡൻ ടെമ്പിൾ നിർമ്മിതിയിലെ ഒരു വിസ്മയം തന്നെയാണ്. ഓരോ സന്ദർശകനെയും മറ്റൊരു ലോകത്തേക്ക് എത്തിക്കുമെന്ന് ഇവിടുത്തെ കാഴ്ചകളെല്ലാം നമുക്ക് പ്രദാനം ചെയ്യുന്നു. ആകാശമുട്ടുന്ന ഉയരത്തിൽ നിർമ്മിച്ചിരിക്കുന്ന ക്ഷേത്ര ഗോപുരങ്ങൾ തന്നെയാണ് ഇവിടെ ആദ്യം കണ്ണിൽപ്പെടുക. തുടക്കകാലത്ത് മുളയിൽ നിർമ്മിക്കപ്പെട്ട ക്ഷേത്രമാണ് ഇപ്പോൾ ഇന്ന് കാണുന്ന രീതിയിൽ എത്തി നിൽക്കുന്നത്. മറ്റ് 4 ടിബറ്റൻ ബുദ്ധമതങ്ങളുടെയും ഏറ്റവും പഴക്കമേറിയ വിദ്യാലയമായ നിംഖിമ പാരമ്പര്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രബോധന കേന്ദ്രമാണ് ഈ ആശ്രമം. ഇവിടുത്തെ 3 വലിയ പ്രതിമകൾ പ്രത്യേകം പ്രാധാന്യം അർഹിക്കുന്നു. ബുദ്ധൻ, പത്മസംഭവ, അമിതായുസ് എന്നിങ്ങനെ ആകർഷകമായ 3 സ്വർണ്ണ പ്രതിമകൾ ഈ ക്ഷേത്രത്തിലുണ്ട്. ഓരോ പ്രതിമയ്ക്കും ഏകദേശം 40 അടി ഉയരമുണ്ട്. വിലയേറിയ കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച പ്രതിമകൾ ഉയർന്ന പ്ലാറ്റ്ഫോമുകളിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ ഏതു ഭാഗം നോക്കിയാലും അവിടെയെല്ലാം അതിമനോഹരമായ ചിത്രങ്ങൾ കാണുവാൻ സാധിക്കും. ടിബറ്റൻ ബുദ്ധമത പുരാണങ്ങളെ ആണ് ചുവരുകൾ ചിത്രീകരിക്കുന്നത്. പ്രധാന ചക്രങ്ങളും പ്രയർ ഡ്രമ്മുകളും അതുപയോഗിക്കുന്ന സന്യാസിമാരെയും എല്ലാം ഇവിടെ കാണാൻ നമുക്ക് സാധിക്കും. ബുദ്ധക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കാനുള്ള ഒരു മാർഗമാണ് അതിൽ ദശലക്ഷക്കണക്കിന് പ്രാർത്ഥനാ ചുരുളുകൾ അടങ്ങിയിരിക്കുന്ന ധർണികളോ. ബുദ്ധമത പ്രാർത്ഥനകൾ ചൊല്ലുമ്പോൾ ആണ് ചക്രങ്ങൾ ഘടികാര ദിശയിൽ തിരിക്കുന്നത്.
വിനോദസഞ്ചാരികളുടെ തിരക്ക് ഒഴിയുന്നില്ലെങ്കിൽ കൂടിയും ഈ ആശ്രമത്തിൻ്റെ ശാന്തത ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ. വിലയേറിയ കല്ലുകളിലും ലോഹങ്ങളിലും നിർമ്മിച്ച വിഗ്രഹങ്ങളും സ്വർണ്ണ ചിത്രങ്ങളും ക്ഷേത്രത്തിൽ ഉള്ളതിനാലാണ് സുവർണ ക്ഷേത്രം എന്ന പേര് ലഭിച്ചത്. അതിമനോഹരിയായി നിർമ്മിച്ച ഈ ആശ്രമം മികച്ച രീതിയിലാണ് പരിപാലിക്കപ്പെടുന്നത്. Her alarm goes off and she gets up to watch the morning news. Doesn't work no more but tells a lot of stories about her youth. Drinks more lately, ain't got pills in many different colors too. Morning light is showing, she moves the chair to look out at her view. But her shop was built right across the street, and it stands by the sunrise. He used to be in the afternoons on the couch to read, goes through old pictures and memories. Our heroes have been forgotten, our heroes so brave and bold. Our heroes have been forgotten, our heroes so they got old. Our heroes have been forgotten, our heroes so brave and bold. Our heroes have been forgotten, our heroes so they got old. Our heroes so they got old. Our heroes so they got old. സുവർണ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാഴ്ചകളിൽ മാറ്റി നിർത്തുവാൻ കഴിയാത്ത ഒരിടമാണ് കേട്ടോ സെർപ്പോ മൊണാസ്റ്റിക് യൂണിവേഴ്സിറ്റി. ബുദ്ധമതത്തെക്കുറിച്ച് അറിയുവാൻ താല്പര്യമുള്ള എല്ലാവരെയും ഇവിടെ സ്വാഗതം ചെയ്യുന്നുണ്ട്. ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണ് ഈ യൂണിവേഴ്സിറ്റി. ഈ സർവകലാശാല നിരവധി സന്യാസിമാർക്ക് സൗജന്യമായി വിദ്യാഭ്യാസവും ഭക്ഷണവും താമസവും നൽകുന്നു. ഗോൾഡൻ ടെമ്പിളിൻ്റെ പ്രവേശന സമയം രാവിലെ 9 മുതൽ 6 വരെയാണ്. Her alarm goes off and she gets up to watch the morning news. Doesn't work no more but tells a lot of stories about her youth. Drinks more lately, ain't got pills in many different colors too. Morning light is showing, she moves the chair to look out at her view. But her shop was built right across the street, and it stands by the sunrise. He used to be in the afternoons on the couch to read, goes through old pictures and memories. Our heroes have been forgotten, our heroes so brave and bold. Our heroes have been forgotten, our heroes so they got old. Our heroes have been forgotten, our heroes so brave and bold. Our heroes have been forgotten, our heroes so they got old. Our heroes so they got old. Our heroes so they got old. Smiles they fade because her daughter only visits once a month. ഇതവിടെ ചെയ്തിരിക്കുന്ന ഒരു മിനിയേച്ചറാണ് കേട്ടോ. വളരെ രസകരമായി തോന്നുന്ന ഒരു കാഴ്ചയായി തോന്നി. ടിബറ്റൻസിൻ്റെ വീടുകളും ഗോൾഡൻ ടെമ്പിൾസും ഒക്കെ ആയിട്ടുള്ളൊരു നല്ല ഭംഗിയുള്ളൊരു മിനിയേച്ചർ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് ആസ്വദിച്ചിട്ട് നമുക്ക് തിരിച്ചു വരാം. Her alarm goes off and she gets up to watch the morning news. Doesn't work no more but tells a lot of stories about her youth. Drinks more lately, ain't got pills in many different colors too. Morning light is showing, she moves the chair to look out at her view. But her shop was built right across the street, and it stands by the sunrise. He used to be in the afternoons on the couch to read, goes through old pictures and memories. Our heroes have been forgotten, our heroes so brave and bold. Our heroes have been forgotten, our heroes so they got old. Our heroes have been forgotten. ഗോൾഡൻ ടെമ്പിളൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുത്ത് തന്നെയുള്ളൊരു ടിബറ്റൻസിൻ്റെ റെസ്റ്റോറൻറ്റിലേക്ക് ലഞ്ച് കഴിക്കാൻ വന്നോക്കാണ് കേട്ടോ. അവിടെ വളരെ മനോഹരമായിട്ട് അവർ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു സ്കൂട്ടറും ഇതൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പൂക്കളൊക്കെ ആയിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ റെസ്റ്റോറൻറ്റിൽ വന്നോക്കാണ്. അവരുടെ റെസ്റ്റോറൻറ്റ് കാണാനും ഒരു പ്രത്യേക ഒരു ഭംഗിയുണ്ട് കേട്ടോ. ടിബറ്റൻസിനെ നടത്തുന്ന ഒരു റെസ്റ്റോറൻറ്റ് ആണ്. 2 ഫ്ലോറിലായിട്ടുണ്ട്. അപ്പോൾ നല്ല രസമുള്ള കാഴ്ചകളാണ് കേട്ടോ. ഇത് ഗോൾഡൻ ടെമ്പിളിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. അവിടെ നല്ല ടിബറ്റൻസിൻ്റെ മോമോസും ഇതൊക്കെ കിട്ടും കേട്ടോ.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ ടച്ച് ചെയ്യുക. അപ്പോഴാണ് ഞാൻ നെക്സ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഇനി രാജാ സീറ്റിൻ്റെ വിശേഷങ്ങളായിട്ട് കൂർഗിൻ്റെ അടുത്ത പ്ലേസിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നിങ്ങളുടെ മുമ്പിലെത്താം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ, സീ യു. Her alarm goes off and she gets up to watch the morning news. Doesn't work no more but tells a lot of stories about her youth. Drinks more lately, ain't got pills in many different colors too. Morning light is showing, she moves the chair to look out at her view. But her shop was built right across the street and it stands by the sunrise used to be in the